ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. യെസ് അഞ്ജു, സിന്ധു, രജിത, ഓക്കെ ക്ലിയർ ആണ്, പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ മെൽവിൻ, യെസ്, ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ, ഗുഡ്. ഓക്കെ, ദെൻ അടുത്ത ഡെഫിനിഷൻസിലേക്ക് പോവാം. ഓക്കെ, ദെൻ അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലൂതർ ഗള്ളിക്കാണ്. ഓക്കെ, ലൂതർ ഗള്ളിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഫർദർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, സോ ഗള്ളിക്കാണ് ഇനിയുള്ളൊരു കാര്യം പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ഓക്കെ, തിങ്സ് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, കാര്യങ്ങൾ എന്ത് ചെയ്യണം? നടന്ന് കിട്ടണം. അതാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ എന്തായിരുന്നു? പ്രോസസ്സിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, H.A. Goddard ഹി ഫോക്കസ്ഡ് ഓൺ ദ പ്രോസസ് ബട്ട് ഹിയർ ഓൺ റിസൾട്ട് ആണ്. ഓക്കെ, കുറേ കൂടെ റിസൾട്ട് ഫോക്കസ്ഡ് ആണ് ആരെന്ന് പറയുന്നത്? ലൂതർ ഗള്ളിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൂതർ ഗള്ളിക്ക് എന്ന് പറയുന്നത് ഹി ഈസ് എ റിസൾട്ട് ഫോക്കസ്ഡ് ആണ് വിത്ത് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ നോക്കുക, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ മെക്കാനിക്കലാണ്. ഓക്കെ, മെക്കാനിക്കലാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ ആകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ അഡ്മിനിസ്ട്രേഷന് കൃത്യമായിട്ടുള്ള പ്രോസസ്സും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ്റെ ഗോൾസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ആ റിസൾട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ നിലനിൽക്കുന്നത് എന്നതാണ് ലൂതർ ഗള്ളിക്ക് പറയുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ലൂതർ ഗള്ളിക്ക്. ഓക്കെ, ദെൻ ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്ലാസിക്കൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് പഠിക്കാനുണ്ട് ഡിഫറെൻറ്റ് തിയറീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലാസിക്കൽ തിയറി. ഓക്കെ, അപ്പം ക്ലാസിക്കൽ തിയറിയുടെ വക്താവായിരുന്നു ലൂതർ ഗള്ളിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസിങ് ഓൺ എഫിഷ്യൻസി, റാഷണാലിറ്റി ആൻഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ശാസ്ത്രീയമായിട്ട് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് എഫിഷ്യൻസി കൂട്ടണം, റാഷണാലിറ്റി കൂട്ടണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഹ്യൂമൻ ഇമോഷൻസ്, ഓക്കെ, ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അതായത് നമുക്കറിയാം ഒരു വർക്കിംഗ് കൾച്ചർ വേണം. ഓക്കെ, ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കുറേ കൂടെ മെക്കാനിക്കലായിട്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. എഫിഷ്യൻസി വേണം, സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ ഇമോഷണൽ മാനേജ്മെൻറ്റ് വരുന്നില്ല. അതൊരു എന്താ പറയുക, ഒരു ലാക്കുനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോ ആണ്, ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക. ഇതിനടുത്തത് ബെസ്റ്റ് നോൺ ഫോർ ഫോർമുലേറ്റിംഗ് ദി അക്രോണിം പോസ്റ്റ് കോർബ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം, പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹമാണ് ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഈ ഒരു അക്രോണിം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ പോസ്റ്റ് കോർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, സോ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്. ഓക്കെ, ഇവിടെ CO എന്ന് പറയുന്ന സത്യത്തിൽ ചെറുതാണ്. കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഒരു മെക്കാനിക്കലായിട്ട് ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ യെസ് അഡ്മിനിസ്ട്രേഷൻ ഡൺ. ഓക്കെ, സോ അതാണ് ആര് പറയുന്നത്? ലൂതർ ഗള്ളിക്ക് പറയുന്നത്. അപ്പോൾ അത് പണ്ടത്തെ ക്ലാസിക്കൽ തിയറിയുടെ ഒരു വക്താവായതുകൊണ്ടാണ്. അവിടെ എന്ത് വരുന്നില്ല? ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് ഇതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടും നമുക്ക് എന്ത് പറയാം? ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ പറയാൻ പറ്റും. കൃത്യമായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഇത് ചെയ്യാം, എന്നിട്ട് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഡിഫറെൻറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രോസസ്സാണ് ചെയ്യേണ്ടത് എന്നതാണ് ആര് പറയുന്നത്? ലൂതർ ഗള്ളിക്ക് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞ ലൂതർ ഗള്ളിക്കിൻ്റെത് ക്ലിയർ ആണോ? പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ലൂതർ ഗള്ളിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ ലൂതർ ഗള്ളിക്കിൻ്റെത്? കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂതർ ഗള്ളിക്ക് ക്ലിയർ ആണോ? യെസ് അഞ്ജു, രജിത, സിന്ധു, ഓക്കെ ക്ലിയർ ആണ്. മെൽവിൻ, ഓക്കെ ക്ലിയർ ആണ്. ഫൈൻ, ഗുഡ്. ഓക്കെ, യെസ്. ദെൻ അടുത്തത് E.N. ഗ്ലാഡൻ. സോ ഇദ്ദേഹത്തിലേക്ക് വരുന്ന സമയത്താണ് നേരത്തെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ കണ്ട സമയത്ത് അവിടെ നമ്മളൊരു വാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു കെയർ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട രണ്ട് പേരും എന്ത് ചെയ്തിട്ടുണ്ട്? മാനേജ്മെൻറ്റ് സൈഡാണ് പറയുന്നത്. മെക്കാനിക്കൽ, പ്രോസസ്സ് ഇങ്ങനത്തെ സൈഡൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ E.N. ഗ്ലൈഡൻ ഫോക്കസ് ചെയ്യുന്നത് കെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലാണ്.
അപ്പോൾ അദ്ദേഹം പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ലോങ് ആൻഡ് സ്ലൈറ്റ്ലി പോംപസ് വേർഡ് ബട്ട് ഇറ്റ് ഹാസ് എ ഹംബിൾ മീനിങ് ഫോർ ഇറ്റ് മീൻസ് ടു കെയർ ഫോർ ഓർ ലുക്ക് ആഫ്റ്റർ പീപ്പിൾ. ഓക്കെ, ഇതാണ് പറയുന്നത്, കെയർ ഫോർ ഓർ ലുക്ക് ആഫ്റ്റർ പീപ്പിൾ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ഒരു സൈഡ് എന്ത് ചെയ്യാണ്, മാനേജ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന ഡെഫിനിഷൻ, ഈ കെയർ എന്ന് പറയുന്ന സൈഡിൻ്റെ ഡെഫിനിഷനാണ് ആര് തരുന്നത്, E.N. ഗ്ലാഡൻ തരുന്നത്. ഓക്കെ, അതായത് കെയർ ഫോർ ഓർ ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ദെൻ ടു മാനേജ് അഫെയർസ് ഇസ് ഡിറ്റർമിൻഡ് ആക്ഷൻ ടേക്കൺ ഇൻ പെർസ്യൂട്ട് ഓഫ് കോൺഷ്യസ് പേർപ്പസ്. ഡിറ്റർമിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷൻസ്, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ, ആക്ഷൻസ് എടുക്കണം ഇൻ പെർസ്യൂട്ട് ഓഫ് കോൺഷ്യസ് പേർപ്പസ്, കൃത്യമായിട്ടുള്ള ഒരു പർപ്പസിലേക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നേറണം. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എവിടെയാണ്, കെയർ ആണ്. ഓക്കെ, കെയർ ഫോർ ദ പീപ്പിൾ, അതിലായിരിക്കണം കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യമാണ് ആര് പറയുന്നത്, E.N. ഗ്ലാഡൻ പറയുന്നത്. അപ്പം ഗ്ലാഡൻ ആണ് എന്ത് ചെയ്യുന്നത്, കെയർ സൈഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ യുണീക്ക് ആവുന്നത്. ഈ ഒരു കെയർ സൈഡ് ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരാളെന്ന് പറയുന്നതും E.N. ഗ്ലാഡൻ ആണ്. നമ്മൾ പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരാൾ ഗ്ലാഡൻ ആണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് എന്ത് ചെയ്യണം, നോട്ടീസ് ചെയ്ത് വെക്കണം. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഹി എംഫസൈസ്ഡ് ഓൺ ദ സോഷ്യൽ പർപ്പസ് ആൻഡ് ഹ്യൂമൻ എലമെൻറ്റ്. അപ്പോൾ നേരത്തേലൊക്കെ അത് മിസ്സിംഗ് ആയിരുന്നു. ഒരു മെക്കാനിക്കലായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി, അതായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹ്യൂമൻ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ എലമെൻ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പർപ്പസ് ഒക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ എന്തല്ല, നോട്ട് ജസ്റ്റ് ടെക്നിക്കൽ എഫിഷ്യൻസി ബട്ട് ഇറ്റ് ഈസ് ആൾസോ സർവീസ് ഓറിയൻറ്റഡ്. സർവീസിൻ്റെ എലമെൻറ്റൂടെ വരുന്നുണ്ട്. ഒരു ടെക്നിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു റാഷണൽ മാനേജ്മെൻറ്റ് അത് മാത്രമല്ല. ഓക്കെ, കുറെ കൂടെ ബ്രോഡർ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ സെൻട്രിക് ആണ്. മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെഫിനിഷൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ മനുഷ്യനെയാണ്, ഹ്യൂമൻസിനെയാണ് സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നത്. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് വെൽഫെയർ സ്കീംസ്, ഗവർണൻസ്. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ്റെ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് വെൽഫെയർ സ്കീംസ്. കാരണം വെൽഫെയർ സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ കെയർ ഓർ ലുക്ക് ആഫ്റ്റർ ദ പീപ്പിൾ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വിഡോ പെൻഷൻ, ഓക്കെ, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് പെൻഷൻ, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെൽഫെയർ സ്കീമുകളാണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്, നടപ്പാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ കെയർ ആസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗവേണൻസിന് തന്നെ ഡിഫറെൻറ്റ് രൂപത്തിലുള്ള പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഗവേണൻസ് ഉണ്ട്, ഇ ഗവേണൻസ് ഉണ്ട്, ഗുഡ് ഗവേണൻസ് ഉണ്ട്, എത്തിക്കൽ ഗവേണൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഈ എത്തിക്കൽ ഗവേണൻസിലും ഗുഡ് ഗവേണൻസിലും ഈ ഒരു കെയർ ആസ്പെക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഫിഷ്യൻസിയാണ്. ഓക്കെ, ടെക്നിക്കൽ എഫിഷ്യൻസിയാണ് ഈ ഗവേണൻസിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗവേണൻസ് അത് നമ്മൾ നടപ്പാക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തമ്പ്, അതായത് നമ്മുടെ ആധാർ ഐഡൻറ്റിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രോപ്പർ സമയത്ത് ഈ ഐഡൻറ്റിഫിക്കേഷൻ വെച്ചിട്ട് റേഷൻ കിട്ടാത്തത് കാരണം ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ എഫിഷ്യൻസി കൊണ്ടുവന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്തു, പക്ഷേ അവിടെ എന്ത് മിസ്സായി, ഹ്യൂമൻ എലമെൻറ്റ് മിസ്സായി. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷന് നമുക്ക് രണ്ടും വേണം. ഈ ഹ്യൂമൻ എലമെൻറ്റും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ കമ്പോണൻറ്റ് കെയർ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതും കൂടെ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഗവർണൻസിൽ എന്ത് വേണം, എത്തിക്കൽ അല്ലെങ്കിൽ ഗുഡ് ഗവർണൻസ് എന്ന് പറയുന്നത് ഈ കെയർ ഫോർ ദി അതേഴ്സും കൂടെ വരുന്ന സമയത്താണ്. ഓക്കെ, ദെൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ടും നമ്മൾ പറയണമല്ലോ, ഇതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പറയുന്ന സമയത്ത്. അപ്പോൾ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് എംപ്ലോയി കെയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈവൻ ഫാമിലി ഹെൽത്ത് കെയർ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ മെറ്റേണിറ്റി ലീവ് കൊടുക്കാറുണ്ട്, പെറ്റേണിറ്റി ലീവ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഈവൻസിൽ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബോണസുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്, ദേ ടേക്ക് കെയർ ഓഫ് ദെയർ എംപ്ലോയീസ്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസസ്, ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇടയായി. അപ്പം അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു ഡിലേ ഉണ്ടാവുമല്ലോ, ഫുഡ് ഓർഡർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് വരുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കോംപ്ലിമെൻ്ററി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സ് അവൈലബിൾ ആയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണ്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരു ജ്വല്ലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോഫിയൊക്കെ തരും.
ഓക്കെ, സോ അതെന്താണ്? ഇറ്റ് ഈസ് ടു ബൂസ്റ്റ് ദ കസ്റ്റമർ സർവീസ്. ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, ദേ ലുക്ക് ആഫ്റ്റർ യു. അതെന്താണ് അഡ്മിനിസ്ട്രേഷനിൽ വേണം എന്ന് പറയുന്നതാണിത്. ഓക്കെ, ഇതിനടുത്തത് ദർ ഇസ് എത്തിക്കൽ സ്കോപ്പ്. അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുഡ് ഗവർണൻസും എത്തിക്കൽ ഗവർണൻസും ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എത്തിക്കൽ എന്ന് പറയുന്ന സമയത്ത് നീതിയുക്തമായിട്ടായിരിക്കണം നമ്മുടെ ഭരണം നടക്കേണ്ടത്. ഓക്കെ, അന്യായമായിട്ട് മറ്റുള്ളവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അന്യായമായിട്ട് ആരെങ്കിലും ഫേവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അധികാരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ദർ ഷുഡ് ബി എത്തിക്കൽ. നമ്മുടെ ഓരോ കണ്ടക്റ്റും എത്തിക്കൽ ആയിരിക്കണം. സോ വി എംഫസൈസസ് ഓൺ ദ റെസ്പോൺസിബിലിറ്റി, കെയർ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഡീലിംഗ് വിത്ത് സിറ്റിസൺസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി, കെയർ, അക്കൗണ്ടബിലിറ്റി ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊക്കെ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ നിങ്ങളൊരു കരിയർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് ആലോചിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, ആ സാധ്യതകളെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സാധ്യത, അതിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ്റെ സാധ്യതകൾ എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ സാധ്യത എന്താണ്? പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലെ സാധ്യത എന്താണ്? എത്തിക്കൽ ഗവേണൻസിലെ സാധ്യതകൾ എന്താണ്? അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യത എന്ന് പറയുന്നത് വെൽഫെയർ സ്കീം, അവിടെ നമ്മൾ ഈ ഡെഫിനേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് വി വിൽ ടേക്ക് കെയർ ഓഫ് ദ പീപ്പിൾ. ഗവേണൻസിലേക്ക് ദെൻ ഗവേണൻസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്പോൺസിബിൾ ഓഫീസറാണ്, ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ ഒരു ലോങ് ക്യൂ നിങ്ങളുടെ അടുത്ത് സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ 11-മോ 12-മോ ആയിട്ട് ഓക്കെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അദ്ദേഹത്തിന് ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, സോ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് എന്ത് കിട്ടുന്നില്ല? സർവീസ്, അല്ലെങ്കിൽ ഈ ഒരു ലോങ് ക്യൂവിൽ 11-മതായിട്ട് നിൽക്കുന്ന അയാൾക്ക് സർവീസ് കിട്ടാൻ ഒരുപാട് ഡിലേ വരും. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഫ് യു കെയർ ഫോർ ദി അതേഴ്സ്, നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒന്ന് നേരത്തെ പെട്ടെന്ന് കടത്തി വിടുമെന്ന് പറയാം. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട സർവീസസ് നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം? ചെയ്തു കൊടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ക്യൂവിൽ തന്നെ നിൽക്കണം, ഈ പ്രോപ്പറായിട്ടുള്ളത് കഴിഞ്ഞിട്ട് വരാൻ പറ്റും. രണ്ട് ചെയ്തു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ എന്താണ്? ഡ്യൂട്ടി ബൗണ്ടാണ്. ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതും ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, എന്നാൽ അതേസമയം കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുക പറയുന്നത് അതും എന്താണ്? എത്തിക്കലാണ്. രണ്ട് രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാലും എത്തിക്കലാണ്. അപ്പോൾ അത്തരത്തിലുള്ള എത്തിക്കൽ അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ, എൻ ഗ്ലൈഡൻ്റെ ഡെഫിനിഷൻ കൊണ്ടുപോയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ അടുത്തത് ഫെലിക്സ് എ നീഗ്രോ. ഓക്കെ, സോ ഫെലിക്സ് എൻ നീഗ്രോയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ടു അക്കംപ്ലിഷ് പർപ്പസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഏതൊക്കെയാണ് റിസോഴ്സസ്? പ്രധാനമായിട്ടും 2 റിസോഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത്, മെൻ ആൻഡ് മെറ്റീരിയൽ. ഓക്കെ, 2 റിസോഴ്സസിലാണ് ഫോക്കസ് ചെയ്യുന്നത്, മെൻ ആൻഡ് മെറ്റീരിയൽ. ഈ 2 റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫെലിക്സ് എ നീഗ്രോ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, സോ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ടു അക്കംപ്ലിഷ് സർട്ടൈൻ പർപ്പസസ്. ഓക്കെ, സോ ഇവിടേക്ക് നിങ്ങൾ നോക്കുക, ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ മെറ്റീരിയൽ റിസോഴ്സസ് വരുന്നുണ്ട്, അതിൻ്റെയും മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഫെലിക്സ് എ നീഗ്രോയുടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. ദെൻ മെന്നിൻ്റെ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഓക്കെ, ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഏറ്റവും മികച്ച ടീച്ചേഴ്സിനെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റണം. ഏറ്റവും ടെക്നിക്കലി കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം ടെക്നിക്കലി എന്ത് ചെയ്യണം? കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യണം. ഓക്കെ, അതാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രെയിനിങ് കൊടുക്കണം ചില ആളുകൾക്ക്. കാരണം എല്ലാ ഓർഗനൈസേഷൻസും ഒരേ സിസ്റ്റം അല്ലെങ്കിൽ ഒരേ സെറ്റപ്പിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആൾക്കാർക്ക് കൊടുക്കണം. ഓക്കെ, സോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിവിൽ സർവീസിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കും.
എങ്ങനെ നിങ്ങൾ ഫംഗ്ഷൻ ചെയ്യണം എന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ആ ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് നിങ്ങളുടെ വർക്ക് അലൈൻ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോട്ടിവേഷൻ. കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യണം? അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആളുകൾ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യുന്നതിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഓക്കെ, അതിന് ഒരുപാട് ജോലി സാധ്യത അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്ക് കയറി, ഫോർ എക്സാമ്പിൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും KS എക്സാമിനേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രീം 2 കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. ഇനി അതല്ല, നിങ്ങൾ ആ സമയത്തേക്ക് അല്ലെങ്കിൽ ഇനി ഈവൻ എന്നാണ് കേസ് വരുന്നത് ആ സമയത്ത് ഒരു ഗസറ്റഡ് റാങ്കിലേക്ക്, ഒരു സെക്ഷൻ ഓഫീസർ പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ എത്തുന്ന സമയത്ത് സ്ട്രീം 3 എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴേക്കും യു ക്യാൻ ബി എ കളക്ടർ. ഓക്കെ, ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലുള്ള പോസ്റ്റിൽ നിങ്ങൾക്ക് റിക്രൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പെൻഷൻ അതൊക്കെ എന്തായിരിക്കും? അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ബട്ട് മോട്ടിവേഷന് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു പർപ്പസ് ഉണ്ടായിട്ട് ആ ഒരു സെൽഫ് മോട്ടിവേഷൻ, ആ ഒരു സെൽഫ് ഡ്രൈവ്, അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നിങ്ങളൊരു ലക്ഷ്യമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലൈക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നു, അപ്പം ഇതിലേതെങ്കിലും ഒരു പോസ്റ്റൊക്കെ നിങ്ങളൊരു ലക്ഷ്യമാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കണ്ടിന്യൂസ്ലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സാധ്യതകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഓക്കെ, ദെൻ അടുത്തത് ലീഡർഷിപ്പ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലീഡർ വേണം. ഓക്കെ, ഒന്ന് ഗൈഡ് ചെയ്യുന്നതിനുള്ള ഒരാൾ വേണം. ആ ഒരു ലീഡർഷിപ്പും എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ചിലപ്പോൾ ഈ ലീഡർ എന്ന് പറയുന്നത് ഹി മേ ബി എ CEO, ഓക്കെ, ഓർ എ ഡയറക്ടർ, ഓർ ലൈക്ക് ചീഫ് സെക്രട്ടറി, ഓക്കെ, ഓർ എ മിനിസ്റ്റർ. സോ ഇങ്ങനെ ടോപ്പ് ലെവലിലുള്ള ആര് വേണമെങ്കിലും എന്തായാം ഒരു ലീഡറായിട്ട് വരാം. ഇതിനടുത്തതാണ് മെറ്റീരിയൽ റിസോഴ്സസ്. മെറ്റീരിയൽ റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈനാൻസ്. ഓക്കെ, അതായത് മണി, ഫൈനാൻസ്, ഇത് നമുക്ക് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് വേണം. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ടെക്നോളജിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ടെക്നോളജിക്കൽ കോമ്പീറ്റൻസി എന്ന് പറയും. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിൽ ആൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ഹാവ് ടെക്നോളജിക്കൽ കോമ്പീറ്റൻസി. കാരണം ഇന്ന് പല സർവീസസും ഈ സർവീസസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടെക്നോളജിക്കലി എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് നോക്കാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രദേശത്ത് അവിടെ പുതിയൊരു ഗവൺമെൻറ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ GIS മാപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഗ്ലോബൽ മാപ്പിംഗ് അല്ലെങ്കിൽ ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ടെക്നോളജിക്കലി അവിടെ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം വികസനം ചെയ്യാൻ പറ്റും, ലിഡാർ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ടെറസ്ട്രിയൽ മാപ്പിംഗ് യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 3D ആയിട്ട് അവിടെ എല്ലാം പ്ലാനിങ് വരണം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതൊക്കെ എന്താണ്? ടെക്നോളജിക്കൽ കോമ്പീറ്റൻസിയാണ്. ടെക്നോളജിനെ എങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നതാണ് ഇതെന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അവൈലബിൾ ആയിട്ടുള്ള ചിലപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അതിനൊന്ന് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതും എന്താണ്? ഇറ്റ്സ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെന്താണ്? മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഇതിൽ കവേർഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ആൾക്കാരും അവരും പറയുന്നത് മെൻ ആൻഡ് മെറ്റീരിയൽ, ഈ 2 റിസോഴ്സസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫെലിക്സ് എ നീഗ്രോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഫ്നറും ദെൻ കെയ്ത്ത് ഹെൻഡേഴ്സൺ. ഇവർ 3 പേരും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അപ്പം ഫിഫ്നർ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ഡിസൈർഡ് എൻഡ്സ്. ദെൻ അതുപോലെ തന്നെ കെയ്ത്ത് ഹെൻഡേഴ്സൺ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഇൻ ദ റാഷണൽ ക്യാരിങ് ഔട്ട് ഓഫ് പർപ്പസ്. ഓക്കെ, അതായത് എൻഡ് എന്ന് പറയുന്നതും ആ ഒരു പർപ്പസ് എന്ന് പറയുന്നതും ഒക്കെ കോമൺ തന്നെയാണ്. അപ്പം ഇവർ 3 പേരും, അതായത് നീഗ്രോയും ഫിഫ്നറും അതുപോലെ തന്നെ ഹെൻഡേഴ്സണും, ഇവർ 3 പേരും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇവർ 3 പേരെയും ക്ലബ്ബ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അതായത് മെൻ വരുന്നുണ്ട്, ലൈക്ക് ടെക്നോളജി വരുന്നുണ്ട്, ഫൈനാൻസ് വരുന്നുണ്ട്, ഇതിൻ്റെ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? ഈ പറയുന്ന 3 പേരും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? ആതിര,
ഓക്കെ, ഷഫ്ന, അമൽജിത്ത്, ഗോകുൽ, അഞ്ജു, സിന്ധു. യെസ്, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ആതിര ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ. അമൽജിത്ത്, അഞ്ജു, സിന്ധു. ഓക്കെ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, അമൽജിത്ത്. യെസ്, ഓക്കെ. മെൽവിൻ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ ഓരോരുത്തരും പേരെടുത്ത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനൊരു മടി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, ഐ വിൽ റിപ്പീറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആൻഡ് യു ഹാവ് ടു ഗിവ് മീ ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി നേച്ചർ ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ. ഇതുവരെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾ എന്താണോ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു H.A. Goddard, administration is limited only to the government sphere. അടുത്തത്, ലൂതർ ഗള്ളിക് emphasized that the administration is primarily about getting things done and achieving defined objectives. Then E.N. Gladden stressed the humanistic and welfare dimension of the administration, seeing it as a looking after people. Okay, so which is the right answer? Yes, okay, Melvin already gave the answer. Yes, Anju. Okay, ബാക്കിയുള്ളവർ? യെസ്, സിന്ധു, ഗോകുൽ. ഓക്കെ, ദെൻ ആതിര, അമൽജിത്ത്. വാട്ട്സ് യുവർ ആൻസേഴ്സ്? അഞ്ജു. യെസ്, അമൽജിത്ത്. ഷഫ്ന. ഓക്കെ, ബി. യാ, ഓക്കെ, സോ ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു ഗോട്ട് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഗൊഡാർഡിൻ്റെ കേസിൽ അപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം യൂണിവേഴ്സലൈസ് ചെയ്യാണ് ചെയ്തത്. അതായത് ഗവൺമെൻറ് സ്ഫിയറിന് മാത്രമല്ല, ഗവൺമെൻറ്, പബ്ലിക്, പ്രൈവറ്റ്, ഇങ്ങനെ എല്ലായിടത്തേക്കും അഡ്മിനിസ്ട്രേഷൻ പറ്റും എന്ന് യൂണിവേഴ്സലൈസ് ചെയ്യാനാണ് ഗൊഡാർഡ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, സോ യൂണിവേഴ്സലൈസേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി കൊണ്ടുവരികയാണ് ഗൊഡാർഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ലൂതർ ഗള്ളിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതുപോലെ ലൂതർ ഗള്ളിക്കായിരുന്നു നമ്മുടെ പോസ്റ്റ് കോർപ്പ് എന്ത് ചെയ്തത് മുന്നോട്ടേക്ക് വെച്ചത്. ഓക്കെ, കൃത്യമായിട്ടുള്ള ആ ഒരു മെക്കാനിക്കൽ പ്രോസസ്സൊക്കെ മുന്നോട്ടേക്ക് വെച്ചത് ഇദ്ദേഹമായിരുന്നു. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നത് E.N. ഗ്ലൈഡൻ ആണ്. ഓക്കെ, അദ്ദേഹമാണ് ടേക്കിംഗ് കെയർ, ആ അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ഒരു കെയർ ആസ്പെക്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഹ്യൂമനിസ്റ്റിക് ആസ്പെക്റ്റ്, സോഷ്യൽ പർപ്പസ്, ഇതൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് E.N. ഗ്ലൈഡൻ ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. സോ 2 and 3 are the right answer. Okay, so the answer is B. All of you give the right answer. Okay, then okay, sorry, ഇത് കംപ്ലീറ്റ് അല്ല. സോ ഇവിടെ വരുന്നത് ബേസിക് ആയിട്ട് സ്കോളേഴ്സ്. ഓക്കെ, ആ സ്കോളേഴ്സ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന തോട്ട് എന്താണെന്നുള്ളത് വൺ വേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ഈ ഒരു സ്ലൈഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം, യു ഹാവ് ടു കമൻറ്റ്. ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ളത്, യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദ സ്ലൈഡ്. ഓക്കെ, ആ ഒരു സ്ലൈഡ് നിങ്ങൾ എന്ത് ചെയ്താൽ നോക്കിയാൽ മതി. സ്ലൈഡ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് പറയുന്നത് ഞാൻ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് എടുത്തിട്ട് അവരുടെ കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് വൺ വേർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈവൻ PSCയുടെ കേസിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കോർ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ഞാൻ കോർ കൺസെപ്റ്റുകൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോറായിട്ട് അവരെന്ത് ഐഡിയ ആണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്നുള്ളത് പറയാനായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഐ എം റിയലി സോറി ഫോർ ദിസ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ദർ ഇസ് വൺ മോർ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. Which of the following statement best reflect the scope of administration as understood from various scholars? ഇതുവരെ പഠിച്ച എല്ലാവരുടെയും കൂടെ ഒരു സമ്മറി, അതിൻ്റെ സ്കോപ്പാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് യൂണിവേഴ്സൽ ഇൻ സ്കോപ്പ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ഗവൺമെൻറ് ടു പ്രൈവറ്റ് ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇതാരാണ് പറഞ്ഞത്? ഓക്കെ, ഗൊഡാർഡ് എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഐ നോ ഇറ്റ്. അടുത്തത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ഹൈ ലെവൽ പോളിസി ഫോർമുലേഷൻ, നോട്ട് വിത്ത് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അടുത്തത്, അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ് പർപ്പസീവ് കോർഡിനേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്. അടുത്തത്, അഡ്മിനിസ്ട്രേഷൻ ഹാസ് ബോത്ത് ടെക്നിക്കൽ എഫിഷ്യൻസി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ഡയമെൻഷൻ.
ഓക്കെ, സോ ഇതുവരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിൽ നിന്ന് നിങ്ങളുടെ ആൻസർ എന്താണ്? ഓക്കെ, സഞ്ജു സെയ്സ് ബി, സിന്ധു യെസ് ബി. ഓക്കെ, ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? യെസ്, ഷഫ്ന. ഓക്കെ, ബി. ബാക്കിയുള്ളവരോ? വാട്ട് ഇസ് ദി ആൻസർ? വാട്ട്സ് ദ ആൻസർ യു തിങ്ക്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? യെസ്, മെൽവിൻ ബി. ഓക്കെ, സോ ഡെഫിനറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് കൺസേൺ വിത്ത് ഹൈ ലെവൽ പോളിസി മേക്കിംഗ്, ഇറ്റ് ഇസ് ആൾസോ കൺസേൺ വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ളൊരു സാധനം ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ കൺസേൺ വിത്ത് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇത് മാനേജ്മെൻറ്റ് ലെവലിൽ വരുന്ന കാര്യമല്ലേ, ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹൈ ലെവൽ പോളിസി മേക്കിംഗ് അല്ലേ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സബ് യൂണിറ്റ് ആണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സബാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് നോട്ട് ഓൺലി വിത്ത് ഹൈ ലെവൽ പോളിസി, ഓക്കെ, നോട്ട് വിത്ത് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് ആൾസോ കൺസേൺ വിത്ത് ഇംപ്ലിമെൻറ്റേഷൻ. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവുന്നത്, ആൻസർ ബി ആവുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ദെൻ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർബർട്ട് എ സൈമൺ ആണ്. ഓക്കെ, സോ ഹെർബർട്ട് എ സൈമൺ എന്ന് പറയുന്നത് സോ അദ്ദേഹം ഈ ഒരു പോസ്റ്റ് കോർബ് ഓക്കെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു ഓവർ ഫോർമലായിട്ട് ഓവർ ഒരു മെക്കാനിക്കലായിട്ട് ഒരു സിസ്റ്റമിക് ആയിട്ട് വരുന്ന കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വരുന്ന ആളാണ് ആര്? ഹെർബർട്ട് എ സൈമൺ എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതലായിട്ടും ഒരു വർക്ക് കൾച്ചറിന് അതായത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ആളുകൾ പെരുമാറുന്നത്, അവരെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, കോപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്ന ഒരു ഡെഫിനിഷനാണ് ഹെർബർട്ട് എ സൈമണിൻ്റെ കേസിലേക്ക് വരുന്നത്. ഓക്കെ, സോ ദർ ഷുഡ് ബി ആക്ച്വലി കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പീപ്പിൾ. വിവിധ ആൾക്കാർ എന്ത് ചെയ്യണം? ഒരേ എഗ്രിമെൻറ്റിൽ ഇതുപോലെ കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതുപോലെ ആൾക്കാർ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു കോർഡിനേറ്റ്. അവർ ഇതുപോലെ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ in its broadest sense, administration can be defined as the activities of groups coordinating to accomplish common goals. ഓക്കെ, ഒരു ബ്രോഡർ സെൻസിൽ നോക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോഓപ്പറേറ്റിംഗ് ടു അക്കംപ്ലിഷ് കോമൺ ഗോൾസ്. അപ്പം എല്ലാവർക്കും പൊതുവായിട്ടുള്ള താല്പര്യങ്ങളെയും അതുപോലെ തന്നെ എല്ലാവരും തമ്മിലുള്ള സഹകരണത്തിനെയുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഹെർബർട്ട് എ സൈമണിൻ്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് മോർ ഫോക്കസിങ് ഓൺ ദ വർക്ക് കൾച്ചർ, കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ ഹിയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ടാസ്ക്. ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് ആയിട്ടല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കോർഡിനേറ്റഡ് വർക്കായിട്ടാണ് അദ്ദേഹം അഡ്മിനിസ്ട്രേഷനെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ മുമ്പുള്ള ഡെഫിനിഷൻ ഓക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ കുറേ കൂടെ എന്തായിട്ടായിരുന്നു? മെക്കാനിക്കൽ ആയിട്ടായിരുന്നു അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്താണ്? ഇൻഡിവിജ്വൽ ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ പോരാ, ഈ കളക്റ്റീവായിട്ടും കോഓപ്പറേറ്റീവായിട്ടും ആളുകൾ വർക്ക് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ഇദ്ദേഹം ഹെർബർട്ട് എ സൈമൺ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഹിസ് വർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ, അതായത് 1947 ഈ ഒരു വർക്ക് വരുന്നത്, ക്രിട്ടിസൈസ്ഡ് ഓവർലി ഫോർമൽ ആൻഡ് റിജിഡ് ക്ലാസിക്കൽ അപ്രോച്ച് ഓഫ് ദി ഗള്ളിക്. ഓക്കെ, അപ്പോൾ ഗള്ളിക്കിൻ്റെ ഈ പോസ്റ്റ് കോർബിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. ആ ഒരു ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ഇല്ല, അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന ആ ഒരു ഡയമെൻഷനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിറ്റിസിസത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഹെർബർട്ട് എ സൈമൺ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ് ഗോസ് ബിയോണ്ട് ദ സ്ട്രക്ചർ. ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിനെ മാത്രമല്ല അതെന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അതായത് ക്ലാസിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിൽ വരുന്ന എല്ലാവരും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ട്രക്ചറിലായിരുന്നു. സ്ട്രക്ചറൽ ഫോക്കസാണ് അവർ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചറിന് പുറത്തേക്ക് ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഡിസിഷൻ പ്രോസസ്സ്. അതായത് ഡെഫിനറ്റ്ലി നമ്മൾ ഡിഫറെൻറ്റ് ഇമോഷണൽ സ്റ്റേറ്റിലാകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും വരുന്നത്.
അപ്പം ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനാണ് ഇദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ, സോ അത് കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇവിടുത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറേ കൂടെ വൈഡറാണ്, ഹ്യൂമൻ സെൻട്രിക് ആണ്. ഓക്കെ, അതായത് ഹ്യൂമൻ്റെ ഇമോഷൻ സെൻട്രിക് ആണ്. ഓക്കെ, സോ അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഓക്കെ, സോ അതാണ് ഹെർബർട്ട് എ സൈമണിൻ്റെ ഡെഫിനിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ്, മറ്റുള്ളവരുടെ ഡെഫിനിഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഡെഫിനിഷനാണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളും പിന്നെ സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനുമാണ് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു മേഖലയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. സ്കോപ്പ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? എവ്രി വൺ ക്ലിയർ ആണോ? ഐ നോ ക്ലാസ് കുറച്ച് ലെങ്തി ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കും അറിയാം, വി ആർ ഓൺ ദ ലാസ്റ്റ് ലാബ്. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം വരികയാണ്. ഓക്കെ, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 30 ലെസ് ദാൻ 30 എന്നുള്ള രൂപത്തിൽ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് 2 മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഫോളോ ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് ഒന്നും തന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ബട്ട് അങ്ങനെ പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു എൻറ്റയർ പേപ്പർ ടു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദിസ്. അപ്പം ഇതിൻ്റെ അടുത്ത ഡെഫിനിഷനിലേക്ക് വരുന്ന സമയത്ത് LD വൈറ്റ് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളിൽ ഇദ്ദേഹം എംഫസിസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇദ്ദേഹം പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു സയൻറ്റിഫിക് മാനേജ്മെൻ്റ് അല്ല, മറിച്ച് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ദ ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഡയറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺ ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. അപ്പം പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഡയറക്ഷൻ, അടുത്തത് കോർഡിനേഷൻ, അടുത്തത് കൺട്രോൾ. 3 കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, LD വൈറ്റ് പറയുന്നുണ്ട്. ഓക്കെ, സോ ആസ് യു ക്യാൻ സി, യു ഹാവ് ടു കൺട്രോൾ പീപ്പിൾ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഗിവ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻസ് കൊടുക്കണം. ഓക്കെ, ഡിഫറെൻറ്റ് ആളുകൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ തന്നിട്ട് അത് ആരാണ് ചോദിക്കുന്നത് എന്നുള്ള രൂപത്തിലേക്ക് എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, ഡയറക്ഷൻ, കോർഡിനേഷൻ, കൺട്രോൾ, ഈ 3 വാക്കുണ്ടെങ്കിൽ അത് LD വൈറ്റ് ആണ്. ഓക്കെ, ഡയറക്ഷൻ, കോർഡിനേഷൻ, കൺട്രോൾ, അതാരാണ്, LD വൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ DCC വൈറ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, DCC വൈറ്റ്. ഇപ്പോൾ DCC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, കോർഡിനേഷൻ, കൺട്രോൾ, LD വൈറ്റ്. ഓക്കെ, സോ DCC വൈറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇത് 3 വരുന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ആണ്. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് വൈറ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ വരുന്നത്, ഹി ഈസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് LD വൈറ്റ് എന്ന് പറയുന്നത്. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഒരു അക്കാദമിക് പ്രിൻസിപ്പിളായിട്ട്, ഒരു അക്കാദമിക് ഡിസിപ്ലിനായിട്ട് വളർത്തിയെടുക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, ആൻഡ് ഹി എംഫസൈസസ് ഓൺ എഫിഷ്യൻസി, ഹൈറാർക്കി ആൻഡ് മാനേജേരിയൽ പ്രിൻസിപ്പിൾസ്. ഇതൊരു ഫൗണ്ടിങ് ഫാദർ ആയതുകൊണ്ട് തന്നെ ഹി ഈസ് എ ക്ലാസിക്കൽ തിങ്കറാണ്. അപ്പോൾ ഒരു ഓൾഡ് തിങ്കറാണ്, ഓൾഡ് സ്കൂളിൽ വരുന്നതാണ്. ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഓൾഡ് സ്കൂളാണ്. അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി, ഈ പറയുന്ന ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ മാനേജീരിയൽ പ്രിൻസിപ്പിൾസ്. അതായത് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നിർത്തണം, ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കണം, അവരുടെ ഇടയിൽ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ ക്ലാസിക്കലിൽ നിന്നും മോഡേൺ ആയിട്ട് വരുന്ന സമയത്ത് അവിടെ ആയിരിക്കും കുറേ കൂടെ ഈ പറയുന്ന വർക്ക് കൾച്ചർ, അതുപോലെ തന്നെ എംപ്ലോയീസ് കെയർ. ഓക്കെ, അതൊക്കെ കൂടുതലായിട്ട് വരുന്നത് എവിടെയായിരിക്കും, മോഡേൺ ആയിട്ടുള്ള ആൾക്കാരുടെ തിങ്കിങ്ങിലായിരിക്കും. അപ്പം ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അദ്ദേഹം ഒരു ക്ലാസിക്കലാണോ അല്ലെങ്കിൽ ഒരു മോഡേൺ ആണോ എന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കൂടുതലായിട്ട് പ്രിൻസിപ്പിൾസിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രോസസ്സിൽ, ഹൈറാർക്കിയിൽ ഇതിലൊക്കെ എംഫസിസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം എന്തായിരിക്കും, ക്ലാസിക്കലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് പ്യുവർലി മെക്കാനിക്കൽ. ഇറ്റ് റിക്വയർസ് ജഡ്ജ്മെൻറ്റ്, സ്കിൽ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ ഹാൻഡ്ലിങ് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ. ഈ ഒരു കാര്യം കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ബ്രോഡർ സെൻസിൽ ഇതെല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. ബട്ട് അഡ്മിനിസ്ട്രേഷൻ ആസ് എ പ്രോസസ് മെക്കാനിക്കൽ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനടുത്തത് ഈ പറയുന്ന 3 കാര്യങ്ങളും അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത്
ഗൈഡിങ് സബോർഡിനേറ്റ്, ഗിവിങ് ഓർഡേഴ്സ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഡയറക്ഷൻ എന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്യണം. ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കണം, ആജ്ഞകൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, then അവരെന്ത് ചെയ്യണം, ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയറക്ടറുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. then അടുത്തത് കോർഡിനേഷൻ. അവിടെ എന്ത് വരുന്നുണ്ട്, ദർ ഷുഡ് ബി ഹാർമണൈസിങ് ദ വർക്ക് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് യൂണിറ്റ്. അപ്പോൾ കോർഡിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളെ ഹാർമണൈസ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യിക്കുന്നതും ഒക്കെ എവിടെയാണ് വരുന്നത്, കോഓർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ്. Then finally, control. Ensuring activities are performed according to rules and goals. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ട്രിക്റ്റ് സ്വഭാവം ഉണ്ടായിരിക്കും ക്ലാസിക്കലാണെങ്കിൽ. പ്രോപ്പറായിട്ട് എന്താണോ പറഞ്ഞത് അതേപോലെ കാര്യങ്ങൾ നടന്നിരിക്കണം. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ക്ലാസിക്കൽ തിങ്കേഴ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അത് നോക്കിയാൽ തന്നെ ക്ലാസിക്കലാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ LD വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടിങ് ഫാദർ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ക്ലാസിക്കൽ തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന ആളാണ്. DCC, അതായത് ഡയറക്ഷൻ, കോർഡിനേഷൻ, കൺട്രോൾ, ഈ 3 കാര്യത്തിനാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് വേണ്ട സ്കില്ലിനെ കുറിച്ചിട്ടും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സ്കില്ലുകളാണ് ജഡ്ജ്മെൻറ്റ്, ഓക്കെ, ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഹാൻഡ്ലിങ് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ. ഓക്കെ, സോ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഫൈനലായിട്ട് നമുക്ക് വരുന്നതാണ് വുഡ്രോ വിൽസൺ. അപ്പോൾ ഇദ്ദേഹത്തിനെ ഇതുവരെ നമ്മൾ പഠിച്ച ആൾക്കാരുമായിട്ട് സത്യം പറഞ്ഞാൽ വുഡ്രോ വിൽസനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റില്ല. വുഡ്രോ വിൽസൻ്റെത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിൽ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമിക് എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് ലോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള പബ്ലിക് ലോ, പൊതു നിയമത്തിൻ്റെ എക്സിക്യൂഷനാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനെ കുറേ കൂടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദി ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമിക് എക്സിക്യൂഷൻ ഓഫ് ദി പബ്ലിക് ലോ. നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സിക്യൂഷനാണ്, അല്ലാതെ ഈ ലോ നിർമ്മിക്കുന്നത് അവിടെ പറയുന്നില്ല. ഓക്കെ, നിയമനിർമ്മാണം പറയുന്നില്ല, നിയമനിർവഹണം മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമിക് എക്സിക്യൂഷൻ ഓഫ് ദ പബ്ലിക് ലോ, പബ്ലിക് ലോസിൻ്റെ നടപ്പാക്കൽ മാത്രമാണ് പറയുന്നത്. ദെൻ എവറി പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ ലോ ഇസ് ആൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എവറി പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആണ്, ഫോർമുലേഷൻ അല്ല, വീണ്ടും പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദി എക്സിക്യൂഷൻ ഓഫ് ലോ. അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹി ലേസ് ദ ഫൗണ്ടേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് ദി പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പൊളിറ്റിക്സിനെയും അഡ്മിനിസ്ട്രേഷനെയും സെപ്പറേറ്റ് ആക്കി എന്നതാണ് വുഡ്രോ വിൽസന്റെ ഈ ഒരു ഡെഫിനിഷൻ്റെ സിഗ്നിഫിക്കൻസ്. പൊളിറ്റിക്സിലാണ് എന്ത് വരുന്നത്, ലോ മേക്കിംഗ്, പോളിസി മേക്കിംഗ്, അങ്ങനത്തെ കാര്യം വരുന്നത്. ഇദ്ദേഹം പറയുന്നത് അത് അഡ്മിനിസ്ട്രേഷൻ അല്ല, അത് പൊളിറ്റിക്സ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിയമങ്ങളെ നിർവഹിക്കുക അല്ലെങ്കിൽ അതിനെ നടപ്പാക്കുക എന്ന് പറയുന്നതാണ്. ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് എന്ത്, അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് വുഡ്രോ വിൽസൺ പറയുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ബേസിലായിരിക്കും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ, പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ, ഡെഫിനിഷൻ ക്ലിയർ ആണോ?